മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ചു ധ്യാനിക്കുകയാണ്. യോഹന്നാന്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക എന്ന് തിരുവചനം പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തായി ബലപ്രയോഗം? തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ബലപ്രയോഗം. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ശരീരത്തിൽ ഒരുപക്ഷെ നിനക്ക് ബലമുണ്ടായിരിക്കില്ല, ആത്മാവിന് ബലമുണ്ടായിരിക്കണം. ആത്മാവിന്റെ ബലം നിനക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ദിവ്യകാരുണ്യ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ, ദൈവവചനം വായിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ, നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നീ നടത്തുമ്പോൾ, വിശുദ്ധിയുള്ള ഒരു ജീവിതം നീ നടത്തുമ്പോൾ നിന്റെ ആത്മാവിന് ബലം ലഭിക്കുകയാണ്. ഈ ആത്മാവിന്റെ ബലം നീ പ്രയോഗിക്കേണ്ടത് തിന്മയ്ക്കെതിരെയാണ്. തിന്മയ്ക്കെതിരെ പോരാടണമെങ്കിൽ ആത്മാവിന് ബലമുണ്ടായിരിക്കണം. ആത്മാവിന്റെ ബലം തിന്മയ്ക്കെതിരെ നീ എടുക്കണം. നിന്റെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ വരുമ്പോ, നിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, നീ ആത്മാവിന്റെ ബലത്താല് അവയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ആത്മാവിന് നീ ബലം കൊടുത്തുകൊണ്ടിരിക്കണം. ആത്മാവിന് ബലം കൊടുക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയുണ്ടായിരിക്കണം. വിശുദ്ധി നിന്റെ ജീവിതത്തിൽ നീ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നിന്റെ ആത്മാവ് ബലപ്പെട്ടതായിരിക്കും. ആത്മാവിന്റെ ബലമുള്ളവനെ തകർക്കാനായിട്ട് ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവിന് ബലമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കേ. അതോ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ വീണുപോകുന്ന ഒരവസ്ഥയാണോ നിന്റെ ആത്മാവിനുള്ളത്? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥയാണോ നിന്റെ ആത്മാവിനുള്ളത്? ആത്മാവിന് ബലമുണ്ടായിരിക്കണം. കാരണം സ്വർഗരാജ്യം നേടിയെടുക്കണമെങ്കിൽ ബലപ്രയോഗം ആവശ്യമാണ്. അത് തിന്മയ്ക്കെതിരെയുള്ള ബലപ്രയോഗം. നിന്റെ ശരീരം കൊണ്ട് നീ തിന്മയ്ക്കെതിരെ പോരാടാൻ പറ്റത്തില്ല, പക്ഷെ ആത്മാവ് കൊണ്ട് പോരാടണം. കാരണം ശരീരം ബലഹീനമാണ്. ശരീരത്തിൽ ജഡികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെതായ തിന്മയെ എതിരിടാനായിട്ട് നിന്റെ ശരീരം കൊണ്ട് നിനക്ക് സാധിക്കില്ല. ആത്മാവിന്റെ ബലത്തിലൂടെ മാത്രമേ നിനക്കത് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ആത്മാവിനെ ബലപ്പെടുത്താൻ നിരന്തരമായ ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി നിന്റെ ജീവിതത്തിലെ കാത്തു സൂക്ഷിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ എതിരിടാനുള്ള കരുത്ത് ആത്മാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ വേദനകളും ദുഃഖങ്ങളും അധ്വാനങ്ങളും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.